ഐലാൻഡിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അന്ന് ഇരുന്ന് പഠിക്കുക, കറക്റ്റായിട്ട് പരീക്ഷ വരും, അതിന് വേണ്ടി റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ ഒരു പരീക്ഷ വരും, അതിന് വേണ്ടി റിവൈസ് ചെയ്യുക. ഇതെല്ലാം ഐലാൻഡ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. പഠിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ എല്ലാ സ്റ്റേജിലും, എല്ലാ അറ്റംപ്റ്റിലും, എല്ലാ സ്റ്റേജിലും ഐലാൻഡ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ പ്രിലിംസ് കയറിയില്ല. അപ്പോൾ ഒക്കെ ഞാൻ വളരെ ഡൗൺ ആകുമ്പോഴെല്ലാം നിഖിൽ സാറിനെ എല്ലാ അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടും റിസൾട്ട് വരുന്നതിന് മുന്നേ മിക്കവാറും ഞാൻ പോയി കാണുമായിരുന്നു. അപ്പോൾ സാറ് പറയും കുഴപ്പമില്ല, പഠിക്കുകയൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ സാർ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ടെസ്റ്റ് പോലും എടുത്തിട്ടില്ല ഫിലിംസിന് വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി IPTSനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്ന് ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നതിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനായി മാറിയ സ്ഥാപനമാണ് ഐലേൺ. ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ, അത് ഐലേൺ ആണ്. In operation, we all got iron hand in velvet glove. But when it comes to personal relations, we all got velvet heart in iron shroud, so that only the classy and capable reaches us. There is a small veil we keep always. What I want you to know is that be independent when you take decisions. Please take decisions for heaven's sake. Don't keep files pending just because of you don't know to take a decision. ഈ കുട്ടികൾ ഓരോരുത്തരുടെയും വിജയം പൂർണ്ണമാകുന്നത് അവരുടെ പേരൻസ് അതിലിടുന്ന എഫോർട്ട് നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. കുറേ ഫെലിസിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും ഇതുപോലെ പൊന്നാട അണിയിച്ച് പേരൻസിനെ അനുമോദിക്കുക എന്നൊരു ജസ്റ്റർ ഞാൻ ഒരിടത്തും കണ്ടില്ല.